കപ്പ് സൂചി ഗോതമ്പ് കുതിർത്ത് നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നാളികേരം അതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അടിച്ച് പാല് പിഴിഞ്ഞെടുക്കണം കേട്ടോ. നമുക്ക് രണ്ടും കൂടിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഏലക്കായ ഒരു 5-8 ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഇന്ന് നമ്മളൊരു സൂചി ഗോതമ്പിൻ്റെ ഹൽവയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് സൂചി ഗോതമ്പ് ഞാനൊരു 8 മണിക്കൂർ കുതിർത്തിട്ട് അത് കഴുകി വരി മിക്സിയിലേക്ക് ഇട്ടു. ഒരു നാളികേരം ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് ഒരു 5-8 ഏലക്കായും കൂട്ടി കുറച്ച് വെള്ളം കൂട്ടി അരച്ച് പിഴിഞ്ഞ് 2 പ്രാവശ്യം പാല് പിഴിഞ്ഞെടുത്ത് വെച്ചതാണത്. അതിലേക്ക് 1/4 കിലോ ശർക്കര നീര് ഉരുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, കുരുല്ലാത്ത ഉണക്കമുന്തിരി, കുറച്ച് എള്ള് കഴുകി വെച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ്, ഇനി ആവശ്യത്തിന് ഉപ്പിടും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എടുത്തൊരു ശർക്കര നീര് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് കൈ വിടാണ്ട് ഇളക്കി കൊടുത്തോളൂ. ഇത് കൈ വിടാതെ നന്നായി ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കണം. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നന്നായി ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കാം. ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് കുറുകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അതുപോലെ കുറുകുന്നതിനനുസരിച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്യാം. നമുക്കിനി വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ കൈ വിടാതെ ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. അതേ പൊട്ടി തെറിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ അതിൽ കെയർഫുള്ളായിട്ട് നെയ്യിൽ നിന്ന് ഇളക്കണം. നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ സിമ്മിലിട്ട് പോയി. ഇപ്പോൾ നോൺ സ്റ്റിക്ക് കാരണം കൂടെ നമുക്ക് തുടർന്ന് അങ്ങനെ ഒന്ന് കുറുകി വരുമ്പോൾ തുടർന്ന് ഇളക്കി കൊടുക്കണമെന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കുമ്പോൾ ഓരോ ടീസ്പൂൺ വെച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനിയും നല്ലോണം ഉരുണ്ട് കൂടണത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് മറിച്ചിടുന്ന പോലെ ആവണം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും നെയ്യിൽ കുറച്ച് വറുത്തിടണം. കഴുകി വാരിച്ചിട്ടുള്ള ഉണക്കമുന്തിരി ഇത് നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് അലുവയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ
വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് വെള്ളം എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ നെയ്യോട് കൂടി തന്നെ ഒഴിക്കുക. കുറച്ച് ഞാൻ ഒന്നും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെള്ളം വറ്റാനുണ്ട്. നന്നായിട്ട് കട്ടിയാക്കി എടുക്കണം. ഈ സ്റ്റേജിൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇപ്പിട്ട് കൊടുത്താലാണ് അത് എല്ലാവിടെയും നന്നായി മിക്സ് ചെയ്ത് കിട്ടും. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കി നമുക്ക് പേടിക്കാനില്ല, അടി പിടിക്കുന്നുള്ളൊരു പേടി വേണ്ട. നന്നായിട്ടത് വിട്ട് വരും. നമ്മുടെ അലുവ ലാസ്റ്റ് സ്റ്റേജായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അലുവ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി കൂടി ഒന്ന് 2 മിനിറ്റ് കൂടി മതി. ഇപ്പം അതിൽ നിന്ന് നമ്മൾ ഒഴിച്ചിട്ടുള്ള നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മതിയാവും. കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കാരണം കൊണ്ടാണ് നമ്മൾ ഉരുണ്ട് കൂടാത്തത് കണ്ട. പക്ഷെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി കൂടുതൽ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു കട്ടി പോലെയാവും. മറ്റു ഉരുളിയിലൊക്കെ ആണെങ്കിൽ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഉരുട്ടിയതുപോലെ മറച്ചിടാൻ പറ്റും. അതാണ് ശരിക്കും അലുവയുടെ പാകം. പക്ഷെ അത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കാരണം കൊണ്ട് നമുക്ക് അതിനധികം പറ്റില്ല. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് നെയ്യ് തടവിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. അലുവ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് ചൂടാറുമ്പോൾ മുറിച്ചെടുക്കാം. നമ്മുടെ ഗോതമ്പിൻ്റെ അലുവ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിൽ വെച്ച് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അലുവ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എങ്ങനെയുണ്ട്? അലുവ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ. താങ്ക് യു.